മൂന്നാം മോദി സർക്കാർ 100 ദിനങ്ങൾ പിന്നിടുമ്പോൾ സാധാരണക്കാർക്കായും കർഷകർക്കായും സ്ത്രീകൾക്കായും യുവാക്കൾക്കായും നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ പൊള്ളയായ പ്രഖ്യാപനങ്ങളുടേതും പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങളുടേതുമായ 100 ദിനങ്ങൾ കൂടി പിന്നിട്ടെന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ 100 ദിവസത്തെ കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ തുടങ്ങി. മൂന്നാം മോദി സർക്കാരിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്നത് കേന്ദ്ര ബജറ്റിൽ നിഴലിച്ചു. ആന്ധ്രാപ്രദേശിനായും ബീഹാറിനായും ബജറ്റിൽ ഇടം നേടിയ പ്രഖ്യാപനങ്ങൾ ഘടകകക്ഷികളെ സന്തോഷിപ്പിക്കാനാണെന്ന വിമർശനം പ്രതിപക്ഷ നിരയിൽ നിന്നുയർന്നു. കിസാൻ സമ്മാൻ നിധിയുടെ 17ാമത് ഗഡുവായി 20,000 കോടി രൂപ 9.3 കോടി കർഷകർക്ക് 100 ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്തു. 3 ലക്ഷം കോടി രൂപയുടെ റോഡ്, റെയിൽ, വിമാനത്താവള, തുറമുഖ ഗതാഗത പദ്ധതികൾക്കായി അംഗീകാരം നൽകിയതും മൂന്നാം മോദി സർക്കാരിന്റെ 100 ദിവസത്തെ നേട്ടമാണ്. തൊഴിൽ നൈപുണ്യ വികസനത്തിനായി 2 ലക്ഷം കോടി രൂപയുടെ പാക്കേജ്, ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾക്കായി 1000 കോടിയുടെ പദ്ധതി, ഇങ്ങനെ നിരവധി പദ്ധതികൾ സർക്കാർ ഉയർത്തിക്കാട്ടുന്നു. എന്നാൽ 100 ദിവസത്തേക്കെന്നല്ല 5 വർഷത്തേക്ക് പോലും കാഴ്ചപ്പാടില്ലാത്ത സർക്കാരാണ് മോദിയുടേതെന്നും മണിപ്പൂരിൽ പോലും സമാധാനം പുനഃസ്ഥാപിക്കാൻ മോദി സർക്കാരിന് കഴിയുന്നില്ലെന്നും കർഷകരെ കബളിപ്പിക്കുകയാണെന്നും സാമ്പത്തിക രംഗം തകർന്നടിയുകയാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. മോദിയുടെ മൂന്നാം ഊഴത്തിലെ 100 ദിനങ്ങളിലെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന സർക്കാരിന് നേർക്ക് ദിശാബോധമില്ലാത്ത സർക്കാർ എന്നതടക്കം രൂക്ഷ വിമർശനം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.